ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. തീരുവാണ് കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോവുമല്ലോ, നമ്മൾ മനുഷ്യനല്ലേ. രേണു സുധി ചേച്ചി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015, ഇഫ് ദർ ഈസ് എനി പെർസീവ്ഡ് ഡേഞ്ചർ ടു എ ചൈൽഡ്, ഈവൻ വെർബൽ ത്രെറ്റ്സ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓർ ചൈൽഡ് ലൈൻ ക്യാൻ ബി നോട്ടിഫൈഡ്. IPC സെക്ഷൻ 306 പ്രകാരം അമെൻമെന്റ് ഓഫ് സൂയിസൈഡ് ഇഫ് അതേഴ്സ് ഫീൽസ് ത്രെറ്റൻഡ് ഓർ ബ്ലെയിംഡ്. അകത്ത് പോകാനുള്ള വഴി ചേച്ചി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് രേണു ചേച്ചി ചേച്ചിയുടെ പുതിയ ഇന്റർവ്യൂവിൽ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. രേണു സുധി ചേച്ചി ഒരു പുതിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. അപ്പോൾ ചേച്ചിയോടാണ്, അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെയുള്ള ആൾക്കാരോടാണ് ഒരു ഇന്റർവ്യൂവിൽ പോയി എന്തൊക്കെ പറയണം എന്ന് ഈ ചേച്ചിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അറിവ് ഇല്ലായ്മ കൊണ്ടാണ് വന്നിരുന്ന് കൊച്ച് പൈതലിനെ തീർക്കും കൊല്ലും എന്നൊക്കെ ഇരുന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ പണിയാണ്. ചേച്ചിക്ക് ഇപ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, കുറച്ചില്ല എന്നൊന്നും അല്ല. പക്ഷെ ഇത് ചേച്ചിയുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇത് ആൾക്കാർ വെറുതെ പറയുന്നതാണെന്നൊന്നും വന്നിരുന്ന് ഇനിയും പറയല്ലേ. ആരെന്ത് പറഞ്ഞാലും ചേച്ചിയെ തകർക്കാൻ വേണ്ടിയാണെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ഇത് തകർക്കാൻ വേണ്ടിയല്ല, ഇത് നിയമപരമായിട്ട് കുടുങ്ങാനുള്ള, അതും ചെറിയ തെറ്റൊന്നും അല്ല ചെയ്തു വെച്ചേക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ ചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ പുതിയ ഇൻ്റർവ്യൂ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സുധിച്ചേട്ടനെ കൊന്നതാണ് എൻ്റെ പപ്പ സുധിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കും എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സുധിച്ചേട്ടൻ, ഞാൻ കൊന്നതാണോ? ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കൊല്ലുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുക സുധിച്ചേട്ടൻ മരിക്കും, ഞാൻ അറിയുന്ന പോലും ഇല്ല ആൾ മരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നല്ലേ കയ്പമംഗലത്ത് പനമ്പിക്കുന്നതിൽ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന്. പിന്നെ എന്തിനാണ് ഇത്? ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ട ആത്മഹത്യ ചെയ്യണം, അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു, അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ, അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ. കാരണം മക്കളെയും കൂടെ തല്ലിക്കൊന്നിട്ട്, മൂത്ത മോനെ അതിൽ വലിയ കുട്ടിയാണ്, അവന് ഞാൻ വിളിച്ചാൽ കൊച്ചിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ. അവനെയും കൂടെ കൊന്നിട്ടേ ചാകത്തുള്ളൂ. കാരണം അത്ര ചേച്ചി പറയുന്നത് എന്താണെന്ന് ചേച്ചിക്ക് വല്ല ബോധമുണ്ടോ? ചേച്ചി എന്ത് ചെയ്യുന്നെന്ന് വേണമെങ്കിലും ചേച്ചി വന്നിരുന്നു പറഞ്ഞു. പിള്ളേർക്ക് കൊടുക്കും, പിള്ളേരെയും തീർത്തിട്ടേ ഞാൻ തീരൂ എന്നൊക്കെ പറയുന്നത് ചേച്ചിക്ക് നല്ല പണി കിട്ടും. പിന്നെ ചേച്ചി ആദ്യമേ പറയുന്ന കാര്യം, അതായത് ചേച്ചിയുടെ അച്ഛനും ചേച്ചിയൊക്കെയാണ് സുധിച്ചേട്ടനെ കൊന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞു എന്ന്. ഞാനെങ്ങും ആ ഒരു സാധനം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. അതേപോലെ ഒരു തംബ്നെയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തംബ്നെയിലൊന്നും ഇപ്പം ഇല്ല. ചേച്ചിയുടെയൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ ഞാനത് കളഞ്ഞതാണ്. എൻ്റെ കയ്യിലൊന്നും അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ വിചാരിച്ചിനി എനിക്കിട്ടുള്ള കുത്താണോന്ന്, പക്ഷെ എനിക്കിട്ടുള്ള കുത്തല്ല അത്. ചേച്ചി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ളതല്ല. കാരണം എനിക്കിട്ടുള്ള വരാൻ സാധ്യതയില്ല. എൻ്റെ ആ വീഡിയോ റീച്ച് ആയിട്ടും ഇല്ല, ആരും കണ്ടിട്ടില്ലടേ. ചാനലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ കാണാൻ സാധ്യതയില്ല. ഇനി അഥവാ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ഏതൊക്കെയോ ചേട്ടന്മാരുടെ തമർന്നിങ്ങരുത് ഓ, അത്രേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ വാഗൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തംബ്നെയിലിൽ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിട്ട് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഞാനത് കളഞ്ഞ സാധനമാണ്. അതും ആരും കണ്ടിട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ, പിന്നെ ഈ പറയുന്ന പോലൊന്നും അല്ല ഞാൻ എഴുതിയിട്ടത്, അതും കൂടെ അങ്ങ് പറയാമല്ലോ. ആ സാധനം എൻ്റെ പോലും ഇല്ല, കാരണം അത് അന്നേ കളഞ്ഞു തൂക്കിയതാണ്. എന്തായാലും ചേച്ചി കുറേ കാര്യങ്ങളും കൂടെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്ക്. എല്ലാത്തിനും മുമ്പ് ഈ പറയുന്നൊരു കേസുണ്ട്, പിള്ളേരുടെ വരും മിക്കവാറും ചൈൽഡ് കെയറിൽ നിന്നൊക്കെ വിളി വരും ചേച്ചി. ബാക്കി കേൾക്കാം. സമയം ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. തീരുവാണ് കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോവുമല്ലോ, നമ്മൾ മനുഷ്യനല്ലേ. ചേച്ചി മനുഷ്യനാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യനാണെന്നും പറഞ്ഞ് തീരെ വിവരമില്ലായ്മ കാണിക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ. നിങ്ങൾ എന്തായി പറഞ്ഞതെന്ന് വല്ല ധാരണയുണ്ടോ? ഇത് എങ്ങും പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞു പോയതല്ല. വീണ്ടും ഒരു 2-3 തവണ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതവിടെ തെളിവായിട്ട് കിടപ്പുണ്ട്. ചൈൽഡ് കെയറിൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി ചേച്ചി ഉള്ള പോകാനായിട്ട്. ചെറിയ കേസൊന്നും അല്ല. സോഷ്യൽ മീഡിയയിൽ ചേച്ചി ആരും തെറി പറഞ്ഞതിൻ്റെയോ അങ്ങനത്തെ അതുമൊക്കെ പിന്നെയും ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കൊന്നും അല്ല കേട്ടോ. അതിനെ ചേച്ചിക്കെതിരെ ഭയങ്കര, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് തെറിക്കമൻ്റ് ഒക്കെ കണ്ടറേ, എന്തോന്നാണേ അത്. അപ്പോൾ അതൊക്കെ ഞാൻ അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഇതൊക്കെ അതിൻ്റെ അപ്പുറമാണ് ചേച്ചി കാണിച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഈ സ്ത്രീ പറയുന്നുണ്ട്.
എങ്ങനെ ഇവർക്ക് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്നു? നിങ്ങൾ ബാക്കിയൊന്ന് കേൾക്കൂ. ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങും ഏട്ടനോട് സംസാരിക്കാതെ. ആളുടെ അടുത്ത് സംസാരിച്ച് ഞാൻ ഫോൺ വിളിച്ച് വഴക്ക് പിടിച്ച് ചേട്ടൻ കാർ ഓടിക്കാൻ പോലും അറിയത്തില്ല. ആൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഡ്രൈവറാണ് കാർ ഓടിച്ചത്. അങ്ങനെ പോയി ഇടിച്ച് കൊന്നച്ചാ മരിച്ചതാ എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും ആരും പറഞ്ഞും കേട്ടില്ല. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കിട്ടുള്ളതല്ല, ഇത് വേറെ ആരോ എന്തോ ഞാൻ എഴുതി വെച്ചതിന്റെ ഏകദേശം അതിനെക്കാട്ടിലും കൂടി എന്തോ വേർഷനൊക്കെ ആരോ എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. ചുമ്മാ പറയുന്നതാണോ? എവിടെയും കണ്ടില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും. ഞാൻ കണ്ടില്ല എന്താണെങ്കിലും എവിടെയും. പിന്നെ സംശയങ്ങൾ എല്ലാവർക്കും പലതും കാണും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്നറിയോ? എനിക്ക് ആദ്യമേ ഇപ്പം എനിക്കൊരു ചെറിയ സങ്കടം തോന്നുന്നു. ഞാൻ എന്തിനാണ് ആ തമ്മിൽ അന്നേ മാറ്റിയെന്നുള്ളത്. മാറ്റണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ കേട്ടോ, സ്വന്തം പൈതങ്ങളെ ഏതെങ്കിലും ഒരു അമ്മയൊക്കെ പറയുമോ അത്? അങ്ങനെയൊക്കെ പറയുന്ന ഈ സ്ത്രീ മറ്റേ പുള്ളിയുടെ അതിനകത്ത് എന്തെങ്കിലും കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ആലോചിക്കാൻ, അല്ലെങ്കിൽ പോലീസുകാരൊന്നുകൂടെ ആലോചിക്കേണ്ട ഒരു കേസാണ്. കാരണം അതുപോലുള്ള കാര്യങ്ങൾ ഇവർ വന്നിരുന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിലാണ് പറയുന്നത് സ്വന്തം പൈതങ്ങളെ. ഇതൊക്കെ ചെറിയ കാര്യമാണോ? എന്ത് ഇമോഷന്റെ പുറത്താണ് പറഞ്ഞതെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. അതൊക്കെയാണ് ചേച്ചി നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ പോകുന്നതിന് പിന്നെ നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി ഒന്ന് കേക്ക്. അലിൻ ജോസ് എന്ന് പറയുന്ന എൻ്റെ കൂടെ അഭിനയിച്ച ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനെ എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീഷിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ആരോ പറഞ്ഞത്, മീഡിയാസിൽ നിന്ന് ഒരാളാണ് പറഞ്ഞത്, പ്രതീഷിന്റെ കുഞ്ഞിന് വേണ്ടി, ഋതപ്പന് വേണ്ടിയിട്ടും അല്ല, പ്രതീഷ് അതൊരു കുഞ്ഞു വെച്ചല്ലേ, ആ മോൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് അതിന് സ്റ്റെപ്പ് ചെയ്തു. അത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതും ചടങ്ങെല്ലാം രാവിലെ കഴിഞ്ഞതാണ്. മരിച്ചിട്ട് 2-ാം വർഷത്തെ ചടങ്ങ് കഴിഞ്ഞാണ്. എൻ്റെ ഉള്ളിൽ ഇമോഷൻ ഞാൻ അറിഞ്ഞാൽ പോലും ഞാൻ എന്തിനാണ് ഒന്ന് വന്ന് കരഞ്ഞു കാണിക്കുന്നത്? അതും തെറ്റാ, അതും കള്ളത്തിൽ വന്ന് പറഞ്ഞു കാണിക്കാനാണോ? ചേച്ചിയുടെ ഇമോഷൻ ചേച്ചിയുടെ ഉള്ളിൽ വെച്ചാൽ മതി. ചേച്ചി കരഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊന്നും ഞാനെങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അതിനകത്തൊന്നും ഒരു തെറ്റ് പറയാനില്ല. 2 വർഷം കഴിഞ്ഞു, ഇനി അവർ പഴയ പോലെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ അലൻ ജോസിന്റെ കാര്യം, അതിനകത്ത് പൊന്നു ചേച്ചി വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കുള്ള ഇമോഷൻ പോലെ തന്നെ ഈ സാധനം, ഈ വീഡിയോകൾ കാണുന്ന ആളുകൾക്കും ഒരു ഇമോഷൻ ഉണ്ട്. അവരുടെ ഇമോഷൻ അവർ തീർക്കും. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ ഇമോഷൻ അതിന് വിലയുണ്ട്, ഇല്ലാന്നല്ല. ചുമ്മാ വന്ന് നിങ്ങളെ തെറി പറയുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ പലർക്കും പല സംശയങ്ങൾ വരും. നിങ്ങളുടെ പല പരിപാടികൾ കാണുമ്പോൾ ഉള്ള കാര്യം പറയാലോ. ഇപ്പൊ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡയലോഗൊക്കെ ഞാൻ വീണ്ടും ആ ഡയലോഗൊന്നും പറയുന്നില്ല. കേട്ടല്ലോ നിങ്ങൾ. പൈതങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ അലൻ ജോസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവനും മറ്റേ ഒരു പൈനാപ്പിളിന്റെ തലയൊക്കെ ഉള്ള ഒരുത്തരും കൂടെ വന്നിരുന്ന് നൈസായിട്ട് നിങ്ങളുടെ തലക്ക് അടിച്ചല്ലോ. നിങ്ങളെന്താ അത് പറയാത്തത്? അവനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, രേണുസുതി അല്ലായിരുന്നോ പറയേണ്ടത്? ഇവൻ ബോധം ഇല്ലാതെ ഇവൻ ഇങ്ങനെ കാണിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ അലൻ ജോസിന്റെ കൂടെ നടക്കുന്ന ഒരുത്തൻ വന്നിട്ട്, എന്താ വിഷ്ണു കൊച്ചിക്കാരൻ എങ്ങനെ പറയുന്ന ഒരുത്തൻ, അവൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അലനോട് എന്തുകൊണ്ട് രേണു പറഞ്ഞില്ല? രേണു അല്ലായിരുന്നോ പറയണ്ടേ ഇങ്ങനെ ചെയ്യരുതെന്ന്? രേണു അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്ത എന്താ രേണു? നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ അന്ന് അവിടെ തുള്ളിച്ചാടിയവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ തന്നെ ഈ വർത്താനമൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അതൊന്നും പറയാനില്ലേ? അന്ന് അവിടെ ഉണ്ടായിരുന്നവർ, അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നു നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. പിന്നെ ജനങ്ങളോ അല്ലെങ്കിൽ ഈ റിയാക്ട് ചെയ്യുന്നവരോ അത് ചൂണ്ടിക്കാണിക്കുന്നതിനകത്ത് എന്താ നിങ്ങൾക്ക് ഇത്ര പൊളിയാൻ കാരണം? എനിക്കത് മനസ്സിലാവാത്തത്. ആ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. രാവിലെ കുറച്ച് കഴിയുമ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രാവിലെ ആകുമ്പോഴെങ്ങാണ്ടായിരുന്നു അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമാണ് ഈ പരിപാടി നടന്നത്. ഈ പരിപാടി നടന്നതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല പോട്ടെ. നിങ്ങൾ അലനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. പക്ഷെ നിങ്ങൾക്കറിയാം ഇത് ഓൺലൈൻ മീഡിയക്കാർ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് പുറത്തേക്ക് പോകുമ്പം ഇത് പല രീതിയിൽ ചിത്രീകരിക്കപ്പെടും, പല ആളുകൾ പല രീതിയിൽ പറയാം എന്നൊരു ചിന്തിക്കാനുള്ളൊരു ബോധം നിങ്ങൾക്കില്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സാധനം അവിടെ കളിപ്പിച്ചായിരുന്നെങ്കിലും അത് ഓൺലൈൻ മീഡിയക്കാരെ പുറത്ത് പിടിപ്പിക്കത്തില്ലായിരുന്നു. നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. ബാക്കിയും കൂടെ ഒന്ന് കേട്ടെ. അതും വലിയ പാഠമായി പോയി. അത് ഭയങ്കര റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രീതിയിൽ സംഭവമല്ല. അവൾ എന്തിനാണ് അങ്ങനെ? അത് ആ അലിൻ പറഞ്ഞ് ശരിയാണ്, ഞാൻ അങ്ങനെ കാണിച്ച തെറ്റാന്ന്. അത് അങ്ങനെ വിട്ട് 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ തിരി കത്തിച്ച് കല്ലറയിൽ പോയി. നമ്മുടെ കുടുംബക്കല്ലറയൊന്നുമല്ല, ഒരു പള്ളിയുടെ ഇതിൽ അടക്കിയതാണ്. കുറേ സെല്ലുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല വാർത്തക്കകത്ത്. അപ്പം അതിൽ നമ്മൾ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് ഫോട്ടോയുടെ മുന്നിൽ കുറച്ച് പ്രാർത്ഥനകൾ. അത് ആ ചടങ്ങ് തീർന്ന് എനിക്ക് എൻ്റെ പ്രവർത്തകരെ അടിച്ചിരിക്കാൻ പറ്റത്തില്ലേ? ചടങ്ങ് തീർന്നു ഞാൻ ഇങ്ങനെ കരഞ്ഞോയോ? ഇതൊക്കെ എന്താ എനിക്കറിയാം. അതൊക്കെയാണ് എന്നെ വന്ന കുറ്റം. എനിക്ക് വേണേൽ അഭിനയിക്കാം. ചടങ്ങ് തീർന്നാലും ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, എല്ലാവരും കാണിക്കാം. അതാണെങ്കിൽ ഇവർ പറയുമോ അടിപൊളി സാധനം, അവൾ കറക്റ്റ്, അവൾ കാര്യം. ഞാൻ എന്തിനാണ് ഇവരുടെ മുന്നിലൊക്കെ അഭിനയിക്കുന്നത്? മീഡിയാസ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക്, പ്രേക്ഷകർക്ക് സൂചിച്ചാൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ മീഡിയ വേണം. ഞാൻ മീഡിയാസിനെ ഒന്നും ഞാൻ കുറ്റപ്പെടും. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരവും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിലാണെങ്കിൽ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് സുധിച്ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മീഡിയക്കാർ വേണം അല്ലേ? അല്ലാതെ ചേച്ചിയുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അല്ല.
ചേച്ചി, സുധിച്ചേട്ടനല്ല ഇവിടെ ആദ്യമായിട്ട് ഈ കേരളത്തിൽ മരിക്കുന്ന ഒരു കലാകാരൻ. വേറെ ഒരുപാട് ആളുകൾ, ഒരുപാട് കലാകാരന്മാർ ഈ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. 1-2 വർഷം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒപ്പിയെടുക്കാൻ ഇവിടുത്തെ ഒരു മീഡിയക്കാരും പോകുന്നില്ല. ഉണ്ടോ? ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പറ, പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു? അവിടെ രേണു ഉള്ളത് കൊണ്ട്. രേണുവിന് എന്താ അതൊന്നും അറിയത്തില്ലേ? ഇല്ലെങ്കിൽ രേണു പറ, ഇവിടെ വേറെ ഏത് കലാകാരനാണ് മരിച്ചതിന് ശേഷം അയാളുടെ 2ാമത്തെയും 3ാമത്തെയും ചരമവാർഷികത്തിനൊക്കെ മീഡിയക്കാർ ചെന്നിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. സുധിച്ചേട്ടൻ്റെ ചെല്ലുന്നു നിങ്ങളെ കാണാൻ, നിങ്ങളുടെ വായിൽ എന്ത് വീഴണമെന്ന് കേൾക്കാൻ. നിങ്ങൾക്ക് മീഡിയക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക. രേണു ഒരിക്കലും ഓൺലൈൻ മീഡിയക്കാരെ കുറ്റം പറയത്തില്ല. കാരണം രേണു നിലനിൽക്കുന്നത് ഓൺലൈൻ മീഡിയക്കാരുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ രേണു ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ രേണു എന്തൊക്കെ സംഭവിച്ചാലും ഓൺലൈൻ മീഡിയക്കാരെ ഒന്നും പറയാൻ പോകത്തില്ല. അവർ ചെന്നില്ല. ഈ കുറെ ആളുകൾ ആട്ടാറുണ്ടല്ലോ ഓൺലൈൻ മീഡിയക്കാരെ. നമ്മൾ തന്നെ ഈ ഏതെങ്കിലുമൊക്കെ ചാനലിലൊക്കെ വരുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഇവരൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കമന്റ് ഇടുമല്ലോ. ഈ രേണു സുധിയുടെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്. ഇവരൊക്കെ നിലനിൽക്കുന്നത് ഓൺലൈൻ മീഡിയക്കാരുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയക്കാരില്ല എങ്കിൽ രേണു സുധി ഇല്ല. എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രൊമോഷൻ പോലും കിട്ടാതെ രേണുവിൻ്റെ ഒരു ആൽബം ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് കാണും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രേണു സുധിയുടെ ഒരു ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ സുഹൃത്തിൻ്റെയൊക്കെ ചാനലുണ്ട് ഓൺലൈൻ മീഡിയ. അതിനകത്തൊക്കെ രേണുവിൻ്റെയൊക്കെ ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പോയി എടുക്കുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം വൈറലായി കഴിഞ്ഞിട്ടാണ് രേണുവിൻ്റെ ആൽബം ഇറങ്ങുന്നത്. അപ്പോഴാണ് കൂടുതൽ ആളുകൾ അത് ഒറിജിനൽ വേർഷൻ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെയാണ് രേണുവിൻ്റെ കേസിലുള്ള പ്രൊമോഷൻസ് ഇവിടെ നടക്കുന്നത്. രേണു ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല എന്ന് നീ വിചാരിക്കരുത്. കുറച്ചു പേർക്കൊക്കെ അറിയാം. മനസ്സിലായില്ലേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെന്നുള്ളത്? നമുക്ക് അറിയാം, നല്ല രീതിയിൽ അറിയാം. കാരണം ഞാനും ഓൺലൈൻ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്, എനിക്കറിയാം. അതുകൊണ്ട് നീ ഓൺലൈൻ മീഡിയക്കാരെ ഒന്നും പറയത്തില്ല, ഓൺലൈൻ മീഡിയക്കാരെ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് അവർ വരത്തില്ല, ഒരു പണി നിന്റെ നടക്കത്തില്ല. പിന്നെ ഇത്രയും രേണു ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇത്രയും നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് രേണു ഇന്ന് പോപ്പുലറായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ അവാർഡിൻ്റെയൊക്കെ കാര്യം പറയുന്നത് കേട്ടു ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ. എനിക്കിപ്പോഴും അറിയാൻ പാടില്ല, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെയാണ് കിട്ടിയത്. എന്താണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തത് സമൂഹത്തെ? ഇവർക്ക് അവാർഡ് കൊടുത്തവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ബെസ്റ്റ് ക്രിയേറ്റർ? എന്താണ് ഇവരെന്ത് ക്രിയേറ്ററാണ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളത്? എനിക്കറിയാൻ പാടില്ല. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുക, 1 മിനിറ്റ് അതിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, എന്താണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന്. ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ കൊടുത്തു, ബാക്കി എല്ലാം ഓക്കെ. എല്ലാം ഇവിടുത്തെ റിയാക്ഷൻ ചാനൽ എൻ്റെ തെറ്റെന്ന് വേണമെങ്കിൽ ഞാൻ എല്ലാം ഏറ്റെടുക്കാം, എടുത്തിട്ട് തലയിൽ വെച്ചേക്കാം. പക്ഷേ ഒരൊറ്റ കാര്യം പറഞ്ഞു തരിക, എന്ത് ബെസ്റ്റ് ഇൻഫ്ലുവൻസറിനുള്ള എന്തൊരു ഇതാണ് ഇവർക്കുള്ളത്? എന്താണ് ഇവർ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്? അറിയാൻ പാടില്ല എന്നുകൊണ്ട് ചോദിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കാണും. എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.